തൈമൂർ എന്ന് പേരായ ഒരു കൊള്ളക്കാരൻ ഉണ്ടായിരുന്നു. അയാൾ രാജ്യത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. ആ സ്ഥലത്തുള്ള ആൾക്കാരെ മുഴുവൻ ബുദ്ധിമുട്ടിച്ചു. എത്രമാത്രം ബുദ്ധിമുട്ടിക്കാമോ അത്രമാത്രം ബുദ്ധിമുട്ടിച്ചു. മുല്ല നസ്രുദ്ദീൻ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. നാട്ടുകാരൊക്കെ ചെന്ന് നസ്രുദ്ദീനോട് പറഞ്ഞു, നസ്രുദ്ദീൻ, നിങ്ങൾ പറഞ്ഞത് എന്തെങ്കിലും കേട്ടാലോ, എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു മാർഗം പറഞ്ഞു തരും ഇതിനകത്ത് രക്ഷപ്പെടാനെന്ന് പറഞ്ഞു. മുല്ല തിരിച്ചുകൊണ്ട് പറഞ്ഞു, കറുത്ത കോട്ടിട്ടാൽ മതിയെന്ന്. കറുത്ത കോട്ടിട്ടാൽ അയാൾ പേടിക്കില്ലല്ലോ, കാരണം നമ്മളെല്ലാവരും കറുത്ത കോട്ട് ഉപയോഗിക്കുന്നവരാണല്ലോ. എന്നിട്ട് അദ്ദേഹം പേടിച്ചിട്ടില്ലോ. അപ്പോൾ നസ്രുദ്ദീൻ അടുത്ത ഐഡിയ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഒച്ച വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നമ്മളിവിടെ നമ്മുടെ പള്ളികളിലും ഒക്കെ തന്നെ ക്ഷേത്രങ്ങളിലും ഒക്കെ തന്നെ വലിയ ഒച്ച വെക്കുന്നുണ്ടല്ലോ, അത് കേട്ടിട്ട് അയാൾ പേടിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നസ്രുദ്ദീൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, എല്ലാവരും കാത് കൂർപ്പിച്ചിരുന്നു, അയാളുമായി യുദ്ധം ചെയ്യുക, അയാളെ ഡിഫീറ്റ് ചെയ്യുക, അല്ലാതെ ഒരു മാർഗവും ഇല്ലെന്ന് പറഞ്ഞു. അതായിരുന്നു യഥാർത്ഥ വഴി. പലപ്പോഴും നമ്മളെടുക്കുന്ന തീരുമാനങ്ങളിൽ ആദ്യമുള്ള വഴികളായിരിക്കും നമ്മൾ സ്വീകരിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബന്ധങ്ങളും നമ്മളുടെ സ്നേഹവും നമ്മളുടെ രീതികളും വെച്ച് നമ്മുടെ വ്യക്തിത്വവും വെച്ച് നമ്മൾ പലതും പ്രതികരിക്കാതിരുന്നാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിരിക്കും. അതൊരു പരിഹാരമായിരിക്കില്ല. പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കണം എന്ന് തന്നെയാണ് നസ്രുദ്ദീൻ്റെ കഥയുടെ അർത്ഥവും. ഇന്നതുപോലെ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.